ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിലുള്ള പ്രതികാരമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിന് പിന്നിലെന്ന് ജാമ്യാപേക്ഷയിൽ തന്ത്രിയുടെ വാദം. തന്ത്രിയുടെയും SITയുടെയും വാദങ്ങളുടെ പൂർണ്ണ വിവരം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്ക് വലിയ വീഴ്ച സംഭവിച്ചു. പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല എന്നായിരുന്നു SITയുടെ വാദം. അതേസമയം പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ രണ്ട് കൂട്ടരുടെയും വാദങ്ങളുടെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭ്യമായിരിക്കുകയാണ്. എന്താണ് ഇതിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് തെളിവുകൾ നിരത്താൻ SITക്ക് കഴിയാതെ പോയത്? ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ പ്രതിയായിരുന്ന റിമാൻഡിൽ കഴിഞ്ഞിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2 കേസുകളിലും ജാമ്യം ലഭിച്ചത്. ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്നലെ മാതൃഭൂമി ന്യൂസ് നൽകിയിരുന്നു. അതിൽ തന്ത്രിക്കെതിരെ തെളിവ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജാമ്യം നൽകിയത്. ഈ ജാമ്യം ഹർജിയുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ആ വാദപ്രതിവാദത്തിൻ്റെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ നൽകുന്നത്. അതിൽ തന്ത്രിയുടെ വാദം, അതുപോലെ തന്നെ അതിനെ ഖണ്ഡിക്കുന്ന SITയുടെ വാദം, അത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വളരെ ദുർബലമായിരുന്നു SITയുടെ കോടതിയിലെ നടപടികൾ എന്നുള്ളത് ഈ ഇരുകൂട്ടരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിൽ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് തന്ത്രി ഈ ഹർജി നൽകിയ ശേഷം വാദങ്ങളായി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, അതായത് തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ തന്ത്രിയുടെ അഭിഭാഷകർ നിരത്തിയ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ പ്രതിയാക്കിയതും അറസ്റ്റ് ചെയ്തതും പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് നീക്കം നടന്നിരുന്നു. ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്നത്തെ സർക്കാരിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഈ യുവതീ പ്രവേശനം നടത്തിയത്. അതിനെ ശക്തമായി നേരിടുകയും ആ നീക്കത്തെ താൻ തകർക്കുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ ഈ ശബരിമല ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള ഒരു നീക്കം ഉണ്ടായി. അതിനെയും താൻ എതിർത്തു. ഈ 2 കാര്യങ്ങളുടെ ഭാഗമായുള്ള പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര് കോടതിയിൽ നൽകിയിരിക്കുന്ന വാദം. അതിനൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് SIT ഇതിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തനിക്ക് ബന്ധമുള്ളതിനേക്കാൾ കൂടുതൽ മന്ത്രിമാരടക്കമുള്ള ഉന്നത വ്യക്തിത്വങ്ങളുമായി, രാജ്യത്തെ തന്നെ ഉന്നത വ്യക്തിത്വങ്ങളുമായി പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് താനും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ചിത്രങ്ങളാണ് തെളിവെങ്കിൽ പല ഉന്നതരുമായും പോറ്റി നിൽക്കുന്ന ഈ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ പ്രതികളാകണ്ടേ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ ആരോപണം വാദത്തിനിടെ തന്ത്രി ഉന്നയിക്കുന്നത്, SITക്കെതിരെ ഉന്നയിക്കുന്നത്, പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്ന സമയത്ത് ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിലെ കീഴ്ശാന്തിയായിരുന്നു ഈ കാലഘട്ടത്തിൽ. അതിനൊപ്പം തന്നെ ഭാര്യാപിതാവിൻ്റെ സഹോദരൻ ശബരിമലയിലെ ഗാർഡായിരുന്നു. ആ 2 കാര്യങ്ങളും, അപ്പോൾ പോറ്റിക്ക് ശബരിമലയിലേക്ക് കടന്നു വരാൻ ബന്ധുക്കൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിവരം SIT എല്ലാ റിപ്പോർട്ടുകളിൽ നിന്നും, അന്വേഷണത്തിൻ്റെ എല്ലാ വഴികളിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് തന്ത്രി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന വാദം. അപ്പോൾ അങ്ങനെ ശ്രമിച്ചത് തനിക്ക് താൻ വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. മറ്റ് രീതിയിലേക്ക് അത് വഴിമാറി പോകരുതെന്നുള്ള ദുരുദ്ദേശം SITക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട അതിന് പിൻബലം നൽകാനായി ശക്തമായ തെളിവുകളും സമർപ്പിക്കാൻ SIT സ്വാഭാവികമായും ശ്രമിച്ചേനെ. പക്ഷെ അങ്ങനെ ഒരു ശ്രമം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ജാമ്യം ലഭിച്ചതും, അല്ലേ അനന്തൻ? തീർച്ചയായിട്ടും. അപ്പോൾ തന്ത്രിയുടെ മറ്റൊരു വാദം കൂടിയുള്ളത്, 3 മാസം നീണ്ട അന്വേഷണത്തിൽ തൻ്റെ പേര് എവിടെയും വന്നിരുന്നില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ വാജിവാഹനം തൻ്റെ വീട്ടിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അത് റെയ്ഡ് ചെയ്ത് തൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്ന് വരുത്തി മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താനാണ് SIT ശ്രമിച്ചതെന്നുള്ള ആരോപണം കൂടിയാണ് തന്ത്രി വാദത്തിനിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ SIT ഇതിനെതിരെ ഉന്നയിച്ച വാദം ഇതാണ്: ശബരിമലയിലെ എല്ലാത്തിൻ്റെയും മുകളിൽ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാനി തന്ത്രി തന്നെ എന്നുള്ളതായിരുന്നു. അതിന് തെളിവാണ് ശബരിമല യുവതീ പ്രവേശന നീക്കം തന്ത്രി തടഞ്ഞത്. അപ്പോൾ തന്ത്രിയുടെ വാക്കിനാണ് അവിടെ ഏറ്റവും വലിയ വില എന്നുള്ളത്. അത് ചൂണ്ടിക്കാട്ടിയാണ് SIT നിരത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഈ ശബരിമലയിലെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല. തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കുറ്റകരമായ മൗനവും
ഒരു നിഷ്ക്രിയത്വവും ഉണ്ടായി എന്നുള്ളതാണ്. തന്ത്രിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി കടത്താൻ മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് SIT ആരോപിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു മെറ്റീരിയൽ എവിഡൻസ് ഉള്ളതായി എവിടെയും ഈ വാദത്തിനിടെ SIT പറയുന്നില്ല. പകരം പറയുന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിവിധ സാക്ഷികളുടെ മൊഴികൾ തന്ത്രിയുടെ പങ്കിനെ പറ്റി വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കട്ടളപ്പാളികളും ദ്വാരപാലക പാളികളും ഇളക്കുന്നതിൽ തന്ത്രിയാണതിൽ തീരുമാനം എടുക്കേണ്ട വ്യക്തി എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങളല്ലാതെ അല്ലെങ്കിൽ മൊഴികളല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസ്, ഇപ്പോൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണം കൂടി SIT ഉന്നയിക്കുമ്പോഴും ആ സാമ്പത്തിക ഇടപാട് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് നേടിയ ലാഭമാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തെളിവ് കോടതിയിൽ SIT നൽകിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കോടതി ഈ വാദപ്രതിവാദങ്ങൾ കേട്ട ശേഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടതി പ്രധാനമായും നിരീക്ഷിക്കുന്നത് ഈ ആരോപിച്ച കുറ്റങ്ങളിൽ ഒന്നും, അതായത് പ്രധാനമായും ആരോപിച്ചിരിക്കുന്നത് ഗൂഢാലോചന, അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള മൗനാനുവാദം, അതുപോലെ ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നുള്ളതാണ്. ഈ ഒരൊറ്റ കുറ്റത്തിനും തന്ത്രിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല എന്നുള്ളതാണ് കൊല്ലം വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് SITക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. അതായത് ശ്രീരാംപുര ക്ഷേത്രത്തിൽ തന്ത്രി അവിടെ താന്ത്രികാവകാശവുമായി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോറ്റി മേൽശാന്തിയുമായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലാണ് എന്നുള്ളതാണ് കോടതി വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം എന്തുകൊണ്ടാണ് അതിനൊരു മറുപടി ഈ വാദത്തിനിടയിൽ പോലും, അപ്പോൾ ആ വാദം തന്ത്രി ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയായ ഒരു വാദം SIT കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല. അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് കോടികളുടെ നിക്ഷേപം പല ബാങ്കിലും തന്ത്രിക്കുണ്ടാകാം. തന്ത്രി വലിയ ലക്ഷങ്ങൾ ദക്ഷിണ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ പണം പലയിടത്തും നിക്ഷേപിച്ചിട്ടുണ്ടാകാം. അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പണമാണ് എന്ന് എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ ഇപ്പോൾ മോഷ്ടിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അത് ക്ഷേത്ര പൂജയുടെ ഭാഗമല്ല, ആരാധനയുടെ ഭാഗമല്ല, അത് ഒരു അലങ്കാരം മാത്രമാണ്. അപ്പോൾ അതിന് ദേവന്റെ അനുജ്ഞ വാങ്ങിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ ഏതെങ്കിലും സമ്മതം വേണമോ എന്ന് കരുതാനാകില്ല എന്നും കോടതി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ തന്ത്രിയുടെ ജാമ്യത്തിലേക്ക് നയിച്ച വാദപ്രതിവാദങ്ങൾ നടന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, തന്ത്രിക്കെതിരെ ഒരു ശക്തമായ തെളിവ് കണ്ടെത്താതെയാണ് അറസ്റ്റിലേക്ക് SIT പോയത് എന്നുള്ളൊരു സംശയം ഉയരുക സ്വാഭാവികമാണ്. അതാണ് 96 പേജുള്ള ഈ ജാമ്യ ഉത്തരവ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മോദി ശരി, അനന്തൻ, SITയുടെ വലിയ വീഴ്ചയാണ് വ്യക്തമാകുന്നത്. വളരെ നാടകീയമായ അറസ്റ്റൊക്കെ ആയിരുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും നാടകീയമായ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയത് തന്ത്രിയുടേതായിരുന്നു എന്ന് നമുക്കറിയാം. വാർത്തകളിലൂടെ നിങ്ങളൊക്കെ അത് കണ്ടതാണ്. പക്ഷെ കൃത്യമായി തെളിവ് സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞില്ല എന്നതാണ്. അതാണ് ഈ പേജുകൾ നീണ്ട കഥയിൽ പറയുന്നത്. അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകി